ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 6 ഇംഗ്ലീഷിൻ്റെ സപ്ലിമെൻ്ററി റീഡറായ എ പാക്ട് വിത്ത് ദ സൺ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിൻ്റെ 3rd ചാപ്റ്റർ ദ ഷെപ്പേർഡ്സ് ട്രഷർ, ആട്ടിടയൻ്റെ നിധി. ആ ലെസണാണ് നമ്മളിന്ന് നോക്കുന്നത്. ലെസണിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. എല്ലാവരും ലൈക്ക് ചെയ്യണം. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യാനും മറക്കരുത്. ലെസണിലേക്ക് പോവാം. ലെസൺ നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചൊരു കോൺസെപ്റ്റ്സ്, ഇതിൻ്റെ ആശയം തന്നിട്ടുണ്ട്. എ പൂർ ഷെപ്പേർഡ് വൺസ് ലിവ്ഡ് ഇൻ ഇറാൻ. ഇറാനിൽ ഒരു പാവപ്പെട്ട ആട്ടിടയൻ ഒരിക്കൽ താമസിച്ചിരുന്നു. ദോ അൺഎഡ്യൂക്കേറ്റഡ് ഹീ വാസ് വെരി വൈസ് ആൻഡ് ഹെൽപ്ഫുൾ. അദ്ദേഹം വിദ്യാഭ്യാസമില്ലാത്ത ആളായിരുന്നു, എങ്കിലും വളരെ ബുദ്ധിമാനായിരുന്നു, വൈസായിരുന്നു. ആൻഡ് ഹെൽപ്ഫുൾ, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ആളുമായിരുന്നു. ദ കിങ് ഡിസൈഡഡ് ടു മീറ്റ് ഹിം ഇൻ ഡിസ്കൈസ്. ഡിസ്കൈസ് എന്ന് പറഞ്ഞാൽ വേഷപ്രച്ഛന്നനായി. രാജാവ് ഈ ഷെപ്പേർഡിനെ വേഷപ്രച്ഛന്നനായി വന്ന് കാണാൻ തീരുമാനിച്ചു. ഡിസൈഡഡ് എന്ന് പറഞ്ഞാൽ തീരുമാനിച്ചു. ലെസണിലേക്ക് പോവാം. ഇൻ എ വില്ലേജ് ഇൻ ഇറാൻ ദർ വൺസ് ലിവ്ഡ് എ ഷെപ്പേർഡ്. ഒരിക്കൽ ഇറാനിലെ ഒരു വില്ലേജിൽ ഒരു ആട്ടിടയൻ താമസിച്ചിരുന്നു. ഹി വാസ് വെരി പുവർ. അദ്ദേഹം വളരെ പാമ്പിടിച്ച ആളായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു. ഹി ഡിഡ് നോട്ട് ഹാവ് ഈവൻ എ സ്മോൾ കോട്ടേജ് ഓഫ് ഹിസ് ഓൺ. ഒരു ചെറിയ വീട് പോലും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നില്ല. ഹി ഹാഡ് നെവർ ബീൻ ടു സ്കൂൾ ഓർ ലേൺ ടു റീഡ് ആൻഡ് റൈറ്റ്. അദ്ദേഹം സ്കൂളിൽ പോവുകയോ എഴുതാനോ വായിക്കാനോ പഠിച്ചിട്ടുമില്ലായിരുന്നു. ഫോർ ദെയർ വെയർ വെരി ഫ്യൂ സ്കൂൾസ് ഇൻ ദോസ് ഡേയ്സ്. എന്താണ് കാരണം? അദ്ദേഹത്തിന് പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടായിരുന്നു? അല്ല, അന്നത്തെ കാലത്ത് അവിടെ സ്കൂളുകൾ വളരെ കുറവായതുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റിയില്ല. ദോ പുവർ ആൻഡ് അൺഎഡ്യൂക്കേറ്റഡ്, ദി ഷെപ്പേർഡ് വാസ് വെരി വൈസ്. ഇദ്ദേഹം യാതൊരുവിധ വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളുമാണ്, ഒപ്പം തന്നെ വളരെ പാവം പിടിച്ച ആളുമാണ്. പക്ഷെ അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനായിരുന്നു. ഹി അണ്ടർസ്റ്റുഡ് പീപ്പിൾസ് സോറോസ് ആൻഡ് ട്രബിൾസ്. അദ്ദേഹം മറ്റുള്ള ആൾക്കാരുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും, ട്രബിൾസ് പ്രശ്നങ്ങൾ, സോറോ ദുഃഖങ്ങൾ, ഇതൊക്കെ അദ്ദേഹം വളരെ മനസ്സിലാക്കിയിരുന്നു. ആൻഡ് ഹെൽപ്ഡ് ദം ഫേസ് ദെയർ പ്രോബ്ലംസ് വിത്ത് കറേജ് ആൻഡ് കോമൺ സെൻസ്. അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം സാമാന്യ ബുദ്ധി ഉപയോഗിച്ച്, കോമൺ സെൻസ്, സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ആ പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്യാൻ, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള വിദ്യകൾ പറഞ്ഞു കൊടുക്കുക, അതുപോലെ ധൈര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. കറേജ് മീൻസ് ധൈര്യം. മെനി പീപ്പിൾ കെയിം ടു ഹിം ഫോർ അഡ്വൈസ്. അഡ്വൈസ് മീൻസ് ഉപദേശം. ഉപദേശം മേടിക്കാൻ വേണ്ടി പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. സൂൺ ഹി ബിക്കം ഫേമസ് ഫോർ ഓൾ ഹിസ് വിസ്ഡം ആൻഡ് ഫ്രണ്ട്ലി നേച്ചർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ പ്രശസ്തനായി. എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിപരമായിട്ടുള്ള ഉപദേശങ്ങളും പിന്നെ ഈ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയർ, പെരുമാറ്റം, വളരെ സൗഹൃദമായിട്ടായിരുന്നു അദ്ദേഹം പെരുമാറിയിരുന്നത്. ദ കിങ് ഓഫ് ദാറ്റ് കൺട്രി ഹേർഡ് അബൌട്ട് ഹിം ആൻഡ് തോട്ട് ഓഫ് മീറ്റിംഗ് ഹിം. നമ്മുടെ ആ രാജ്യത്തിലെ രാജാവും ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞു. ഇദ്ദേഹത്തെ ഒന്ന് കാണാമെന്ന് വിചാരിച്ച് രാജാവ് തീരുമാനിച്ചു. Discussed as a shepherd and riding on a mule, one day the king came to the cave where the wise shepherd lived. എന്താ ചെയ്തത്? ഈ രാജാവ് ഒരു മ്യൂൾ എന്ന് പറഞ്ഞാൽ ഹോഴ്സിൻ്റെയും ഡോങ്കിയുടെയും കൂടെയുള്ള കുഞ്ഞിനാണ് നമ്മൾ മ്യൂൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആനിമലാണ് മ്യൂള്. ആ മ്യൂളിൻ്റെ പുറത്ത് കയറി ഒരു ദിവസം രാജാവ് ആട്ടിടയൻ്റെ കേവ്, ഗുഹയുടെ മുന്നിൽ വന്നു. അദ്ദേഹത്തിൻ്റെ വീടില്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. As soon as the shepherd saw the traveler coming towards the cave, he rose to welcome him. ഈ ഒരു അപരിചിതനായ യാത്രക്കാരന് വരുന്ന കണ്ടപ്പോൾ നമ്മുടെ ആട്ടിടയൻ എന്ത് ചെയ്തു? എണ്ണീറ്റ് നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തയ്യാറായി. അപ്പോൾ വന്ന ആളും ആരുടെ വേഷത്തിലാണ്? ഒരു ആട്ടിടയൻ്റെ വേഷത്തിലാണ് അല്ലേ? ആരാണത്? രാജാവാണ്. He took the tired traveler inside the cave. ക്ഷീണിച്ച് വന്ന യാത്രക്കാരനെ എന്ത് ചെയ്തു? ആ ഗുഹയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. Gave him water to drink and share his own meal.
അതായത് മീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ക്വാളിറ്റി ഇല്ലാത്തത് എന്നാണ് അർത്ഥം. തീരെ ഗുണമില്ലാത്തത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഷെപ്പേഡ് ട്രാവലറിനെ വിളിച്ചകത്ത് കൊണ്ടുപോയി. ഈ ഷെപ്പേഡ് കഴിക്കാൻ വെച്ച അത്ര നല്ല ഗുണമൊന്നുമുള്ള ഭക്ഷണമല്ല. ആ ഭക്ഷണം ഈ ട്രാവലറിനോട് കൊടുത്തു, കുടിക്കാൻ വെള്ളവും കൊടുത്തു. The king rested for the night in the cave and was greatly impressed by the shepherd's hospitality and wise conversation. ഇദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള ആതിഥ്യ മര്യാദയും, ഈ ആട്ടിടയൻ്റെ ആതിഥ്യ മര്യാദയും നല്ല രീതിയിലുള്ള സംഭാഷണങ്ങളും കേട്ട് നമ്മുടെ രാജാവ് അതിശയിച്ചു പോയി. വളരെയധികം സന്തോഷം തോന്നി രാജാവിന്. ഇനി അടുത്ത പാർട്ടിൻ്റെ കോൺസെപ്റ്റാണ്. ദ ഷെപ്പേർഡ് വാസ് ഏബിൾ ടു മേക്ക് ഔട്ട് ദാറ്റ് ഹിസ് വിസിറ്റർ വാസ് നൺ അതർ ദാൻ കിങ്. ഈ ഷെപ്പേർഡിന് മനസ്സിലാവുകയാണ് എന്താ, എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ട്രാവലർ ആരാണ്, രാജാവാണ്. ദ കിങ് മെയ്ഡ് ദ വൈസ് ഷെപ്പേർഡ് ഗവർണർ ഓഫ് ദ സ്മോൾ ഡിസ്ട്രിക്ട്. ഒരു ചെറിയ ഡിസ്ട്രിക്റ്റിൻ്റെ, ജില്ലയുടെ ഗവർണറാക്കി മാറ്റുകയാണ് ഈ ഷെപ്പേർഡിനെ. ആര്, രാജാവ്. അതർ ഗവർണേഴ്സ് ബിക്കം ജെലസ് ഓഫ് ന്യൂ ഗവർണർ ആൻഡ് കോൾഡ് ഹിം ഡിസ്ഹോണസ്റ്റ്. പക്ഷെ എന്താണ്, മറ്റ് ഗവർണർമാർക്ക് ഇദ്ദേഹത്തിന് തീരെ ഇഷ്ടമില്ലാതായി. ഇദ്ദേഹം ഒട്ടും തന്നെ സത്യസന്ധനല്ല എന്ന് വരുത്തി തീർക്കാനും അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. നോക്കാം. Though still tired, the king decided to depart the next morning. വളരെയധികം ക്ഷീണിച്ചാണ് രാജാവ് ഇരുന്നത്. എന്നാലും അടുത്ത ദിവസം രാവിലെ തന്നെ തിരിച്ചു പോകാൻ അദ്ദേഹം തയ്യാറായി. He said, "Many thanks for your kindness to poor traveler. I have a long way to go. Permit me to leave." അന്നേരം ഇദ്ദേഹം പറയുകയാണ്, ഈ പാവം പിടിച്ച ട്രാവലറിനോട്, യാത്രക്കാരനോട് നീ കാണിച്ച സ്നേഹത്തിനും ദയയ്ക്കും വളരെയധികം നന്ദി. എനിക്ക് ഒരുപാട് ദൂരം പോകാനുണ്ട്, അതുകൊണ്ട് എന്നെ പോകാൻ അനുവദിച്ചാലും. ലുക്കിംഗ് സ്ട്രേറ്റ് ഇൻ ടു ദ ഐസ് ഓഫ് ഹിസ് ഗസ്റ്റ്, ദ ഷെപ്പേർഡ് റിപ്ലൈഡ്, "താങ്ക് യു യുവർ മജസ്റ്റി ഫോർ പേയിങ് മീ ദ കോംപ്ലിമെൻറ്റ് ഓഫ് എ വിസിറ്റ്." എന്ത് പറഞ്ഞു ഈ ഷെപ്പേർഡ്? താങ്ക് യു മജസ്റ്റി. മജസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാമല്ലോ ആരെയാണ് പറയുന്നത്, രാജാവിനെയാണ്. പെട്ടെന്നപ്പം നമ്മുടെ ഷെപ്പേർഡിന് മനസ്സിലായി ഈ ട്രാവലർ ആരാണെന്ന്, രാജാവാണെന്ന്. താങ്കളുടെ ഈ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ നല്ല വാക്കുകൾക്ക് വളരെയധികം നന്ദി. ദ കിങ് വാസ് അസ്റ്റോണിഷ്ഡ് ആസ് വെൽ ആസ് പ്ലീസ്ഡ്. നമ്മുടെ രാജാവ് അത്ഭുതപ്പെട്ടു പോയി, അതുപോലെ തന്നെ വളരെയധികം സന്തോഷവും തോന്നി. "He is indeed very wise," he thought to himself. "I need people like him to work for me." രാജാവ് വിചാരിക്കുന്നു, ഇവൻ അതിബുദ്ധിശാലി തന്നെ, ഇങ്ങനെയുള്ള ആളുകളാണ് എനിക്ക് വേണ്ടി ജോലി ചെയ്യാൻ വേണ്ടത്. And the king appointed this humble shepherd the governor of a small district. ഈ ഹംബിൾ എന്ന് പറഞ്ഞാൽ വിനയാന്വിതനായ, ഇത്രയും വിനയമുള്ള നന്മയുള്ള ഈ ഷെപ്പേർഡിനെ രാജാവ് എന്താക്കി, ഒരു ചെറിയ ജില്ലയുടെ ഗവർണറാക്കി. Although he rose to power and dignity, the shepherd remained as humble as even. ഗവർണറൊക്കെ ആയപ്പോൾ അദ്ദേഹത്തിന് നല്ല പദവി കിട്ടി, പവർ, ഡിഗ്നിറ്റി, നല്ല അന്തസ്സും ഒക്കെ ഉണ്ടായി. പക്ഷെ എന്നാലും നമ്മുടെ ഷെപ്പേർഡ് പഴയ പോലെ തന്നെ വളരെ വിനയത്തോടെയാണ് എല്ലാവരോടും ഇടപെടുന്നത്. People loved and honored him for his wisdom. എന്താ ചെയ്ത, people loved and honored him for his wisdom. അദ്ദേഹത്തിൻ്റെ ബുദ്ധിയിൽ ആൾക്കാർ അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. Sympathy and goodness, he was kind and just to one and all. നല്ല സിമ്പതി, സഹതാപവും നന്മയും ഒക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. He was kind and just to one and all. എല്ലാവരോടും വളരെയധികം ദയയോടായിരുന്നു അദ്ദേഹം പെരുമാറിയിരുന്നത്. His fame as a fair and wise governor soon spread throughout the country. ഇദ്ദേഹത്തിന് ഈ നന്മയുള്ള മനസ്സും നന്മയുള്ള പ്രവർത്തികളും കൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് രാജ്യം മുഴുവൻ പ്രശസ്തനായി. Now the governors of other provinces grew terribly jealous of him and began to talk the king against him. അപ്പം മറ്റ് ജില്ലകളിലെ ഗവർണർമാർക്ക് ഇവനോട് ജലസി തോന്നി, അസൂയ തോന്നി. എന്നിട്ട് രാജാവിനോട് ഇവൻ്റെ കുറ്റങ്ങൾ പറയാൻ തുടങ്ങി. They said,
he is very dishonest and keep for himself part of a money that he collected as tax from the people. അവർ പറഞ്ഞ എന്താണെന്നറിയാമോ, ഇദ്ദേഹം ഈ പാമ്പിടിച്ച ഷെപ്പേഡ് എന്ത് ചെയ്യുന്നു എന്നാണ്, ടാക്സ് ആളുകളുടെ കയ്യിൽ നിന്ന് നികുതി പിടിക്കുന്നതിൽ കുറച്ച് പണം സ്വന്തമായി മാറ്റുന്നു എന്നാണ് പറഞ്ഞത്. വൈ ഡിഡ് ഹി ഓൾവേസ് ക്യാരി വിത്ത് ഹിം ദേ ആഡഡ് ആൻ അയൺ ചെസ്റ്റ്. ഒരു അയൺ ചെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ചെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോക്സാണ്, നല്ല കട്ടിയുള്ള ബോക്സ്. അപ്പോൾ ഒരു ഇരുമ്പ് കൊണ്ടുള്ള ബോക്സ് അദ്ദേഹം എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. പെർഹാപ്സ് ഹി ക്യാരിഡ് ഇറ്റ് ഇൻ ദ ട്രഷർ ദാറ്റ് ഹി ഹാഡ് സീക്രട്ട്ലി കളക്റ്റഡ്. അപ്പോൾ ഈ ഗവർണർമാർ എന്താ പറയുന്നത്, ഇദ്ദേഹം എപ്പം പോകുമ്പോഴും കൂടുള്ള ഈ അയൺ ചെസ്റ്റ് അല്ലെ ഈ അയൺ ബോക്സിൽ എന്താണ്, ഈ നികുതിപ്പണം പിരിക്കുന്നതിൽ കുറച്ച് സീക്രട്ടായിട്ട് സൂക്ഷിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ആഫ്റ്റർ ഓൾ they said mockingly, he was an ordinary shepherd and could behave no better. പിന്നെ അവർ മോക്കിങ്ലി കളിയാക്കി ഒരു പറച്ചിൽ, ഏതായാലും അവൻ ആട്ടിടയനല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യൂ. ഇനി അടുത്ത പാർട്ടിലേക്ക് പോവാണേ. അവിടെ അതിൻ്റെ കോൺസെപ്റ്റാണിത്. ദ ന്യൂ ഗവർണർ വാസ് കോൾഡ് ടു ദ പാലസ്. കൊട്ടാരത്തിലേക്ക് ഈ ഗവർണറിനെ, അതായത് നമ്മുടെ ഷെപ്പേഡിനെ വിളിക്കുകയാണ്. ഹി വാസ് ഓർഡേഡ് ടു എക്സ്പ്ലെയിൻ വൈ ഹി ഓൾവേസ് ക്യാരിഡ് ദ അയൺ ചെസ്റ്റ്. രാജാവ് ചോദിക്കും, എന്തിനാണ് നീ അയൺ ചെസ്റ്റ് എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത്? ദ ചെസ്റ്റ് കണ്ടെയ്ൻ നോ ഗോൾഡ് ഓർ സിൽവർ. പക്ഷേ ആ ബോക്സിനകത്ത് ഗോൾഡും സിൽവറും ഒന്നും ഇല്ലായിരുന്നു. നോക്കാം. അറ്റ് ഫസ്റ്റ് ദ കിങ് ഡിഡ് നോട്ട് പേ അറ്റൻഷൻ ടു ദീസ് റിപ്പോർട്ട്. രാജാവ് ആദ്യം ഒന്നും ഇത് ശ്രദ്ധിച്ചതേ ഇല്ല. ഇവരിങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ടല്ലോ, അവർ ശ്രദ്ധിച്ചില്ല. ബട്ട് ഹൗ ലോങ് കുഡ് ഹി ഇഗ്നോർ ദീസ് ഗവർണേഴ്സ് ആൻഡ് ദെയർ എൻഡ്ലെസ് സ്റ്റോറീസ് അബൌട്ട് ദ ഷെപ്പേർഡ്. പക്ഷെ എത്ര കാലം ഇങ്ങനെ ഈ രാജാവിന് ഇവരുടെ ഈ ഒരു അവസാനമില്ലാത്ത സ്റ്റോറികൾ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും? One thing was certain, the king discovered. The new governor did carry an iron chest with him all the time. നമ്മുടെ രാജാവ് ശ്രദ്ധിച്ചിരുന്നു, ഈ ഷെപ്പേഡ് എന്ത് ചെയ്യുന്നു, എല്ലാം ഇപ്പോഴും ഒരു അയൺ ചെസ്റ്റ് കൂടെ കൊണ്ട് നടക്കുന്നു. സോ വൺ ഡേ ദ ന്യൂ ഗവർണർ വാസ് സമ്മൺഡ് ടു ദ പാലസ്. അങ്ങനെ ഒരു ദിവസം ഈ പുതിയ ഗവർണറിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു. ഹി കെയിം റൈഡിങ് ഓൺ ഹിസ് ക്യാമൽ. അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിൻ്റെ മുകളിലാണ് വന്നത്. ആൻഡ് ടു എവരി വൺ ഡിലൈറ്റ് ദ ഫേമസ് അയൺ ചെസ്റ്റ് വാസ് ദെയർ ഫാസ്റ്റൻഡ് സെക്യൂർലി ബിഹൈൻഡ് ഹിം ഓൺ ദ ക്യാമൽസ് ബാക്ക്. ഇവർ പറയുന്ന ആ അയൺ ചെസ്റ്റ് ആ ക്യാമലിൻ്റെ പുറത്ത് ഇരിപ്പുണ്ടായിരുന്നു. നൗ ദ കിങ് വാസ് ആംഗ്രി, ഹി തണ്ടേഡ്. ഇത് കണ്ട രാജാവ് അലറിക്കൊണ്ട് പറയുകയാണ്, വൈ ഡിഡ് യു ഓൾവേസ് ക്യാരി ദ അയൺ ചെസ്റ്റ് വിത്ത് യു, വാട്ട് ഡസ് ഇറ്റ് കണ്ടെയ്ൻ? ഈ അയൺ ബോക്സിനകത്ത് നീ എന്താണ് കൊണ്ട് നടക്കുന്നത്? ദ ഗവർണർ സ്മൈൽഡ്. ഹി ആസ്ക്ഡ് ഹിസ് സെർവൻറ്റ് ടു ബ്രിങ് ഇൻ ദ ചെസ്റ്റ്. ഹൗ ഈഗർലി ദ പീപ്പിൾ സ്റ്റാൻഡിങ് അറൗണ്ട് വെയിറ്റഡ് ഫോർ ദ ഷെപ്പേർഡ് ടു ബി ഫൗണ്ട് ഔട്ട്. അന്നേരം ഈ ഷെപ്പേർഡ്, ഇപ്പം അദ്ദേഹം ഗവർണറാണല്ലോ, അപ്പോൾ ആ ഗവർണർ സെർവൻറ്റിനോട് പറയുകയാണ് ആ അയൺ ബോക്സ് ക്യാമലിൻ്റെ പുറത്തുനിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് വരാൻ. അപ്പം എല്ലാവരും ഈഗർലി ഭയങ്കര അതിയായ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അതിനകത്ത് എന്തുവാണ്, സ്വർണ്ണമായിരിക്കും അല്ലേ വെള്ളയായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ബട്ട് ഹൗ ഗ്രേറ്റ് വാസ് ദെയർ അസ്റ്റോണിഷ്മെൻറ്റ് ആൻഡ് ഈവൻ ഓഫ് ദ കിങ് ഹിംസെൽഫ് വെൻ ദ ചെസ്റ്റ് വാസ് ഓപ്പൺ. ഈ ചെസ്റ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി. എന്താ കാര്യം എന്നറിയാമോ? നോ ഗോൾഡ് ഓർ സിൽവർ ഓർ ജുവൽസ് ബട്ട് ആൻ ഓൾഡ് ബ്ലാങ്കറ്റ് വാസ് ഓൾ ദാറ്റ് കെയിം ഔട്ട്. അതിനകത്തൊന്നും ഇല്ലായിരുന്നു. എന്തായിരുന്നു? സ്വർണ്ണം ഇല്ലായിരുന്നു, വെള്ളി ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. പിന്നെന്താ ഉള്ളത്? ഒരു പഴയ പുതപ്പായിരുന്നു ഉണ്ടായിരുന്നത്. ഹോൾഡിങ് ഇറ്റ് അപ്പ് പ്രൗഡ്ലി ദ ഷെപ്പേർഡ് സെഡ്. ഇത് ബോക്സിനകത്തുനിന്ന് വെളിയിലേക്ക് എടുത്തിട്ട് നമ്മുടെ ഷെപ്പേർഡ് പറയാണ്, ദിസ് മൈ ഡിയർ മാസ്റ്റർ ഈസ് മൈ ഒൺലി ട്രഷർ. നോക്കിയേ, ഇതാണ് എൻ്റെ ഒരേ ഒരു നിധി. ഐ ഓൾവേസ് ക്യാരി ഇറ്റ് വിത്ത് മീ. ഇത് ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കൊണ്ട് നടക്കുന്നതാണ്. ബട്ട് വൈ ഡു യു ക്യാരി സച്ച് ആൻ ഓർഡിനറി ബ്ലാങ്കറ്റ് വിത്ത് യു? ഷുവർലി യു ആർ ദ ഗവർണർ ഓഫ് ദ ഡിസ്ട്രിക്ട്, ദ കിങ് ആസ്ക്ഡ്. നിങ്ങൾ ഈ ഒരു ഡിസ്ട്രിക്റ്റിന് തന്നെ ഗവർണറാണ്, താങ്കൾ എന്തിനാ ഈ ചെറിയ ഈ വളരെ പഴകിയ ഒരു പുതപ്പും കൊണ്ട് നടക്കുന്നത്? ടു വിച്ച് ദ ഷെപ്പേർഡ് റിപ്ലൈഡ് വിത്ത് ക്വയറ്റ് ഡിഗ്നിറ്റി. വളരെ അന്തസ്സോടെ, ഡിഗ്നിറ്റി എന്ന് പറഞ്ഞാൽ അന്തസ്സോടെ അദ്ദേഹം മറുപടി പറഞ്ഞു, ശാന്തമായി മറുപടി പറഞ്ഞു. ദിസ് ബ്ലാങ്കറ്റ് ഈസ് മൈ ഓൾഡസ്റ്റ് ഫ്രണ്ട്.
ഇതാണ് എൻ്റെ ഏറ്റവും പഴയ ഫ്രണ്ട് ആര് ഈ ബ്ലാങ്കറ്റ്. ഇറ്റ് വിൽ സ്റ്റിൽ പ്രൊട്ടക്ട് മീ ഇഫ് അറ്റ് എനി ടൈം യുവർ മജസ്റ്റി വുഡ് വിഷ് ടു ടേക്ക് അവേ മൈ ന്യൂ ക്ലോക്സ്. ഓക്കെ, ഇവിടെ ക്ലോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ലീവ്ലെസ് ആയിട്ടുള്ള ലൂസ് കോട്ടുകളാണ്. അതായത് ഈ ഗവർണറിനെ പോലെയുള്ള ആൾക്കാരിടുന്ന വലിയ കോട്ടുകൾ. അപ്പോൾ ഈ ഷെപ്പേഡ് പറഞ്ഞ എന്താണെന്നറിയാമോ, അങ്ങ് തന്നിട്ടുള്ള ഈ വലിയ ക്ലോക്സ് ഉണ്ടല്ലോ, ഇതൊക്കെ അങ്ങ് ഏത് നിമിഷം വേണേലും എടുത്തു കളയാം. അങ്ങനെ എടുത്തു കളയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഗവർണറിൻ്റെ സ്ഥാനം എപ്പോൾ വേണേലും പോകാം. അപ്പോൾ എനിക്ക് ആരേ ഉള്ളൂ കൂട്ടിന്, എൻ്റെ ഈ പഴയ പുതപ്പ് വേണം അല്ലേ, എൻ്റെ ദേഹത്തിടൻ ഈ പഴയ പുതപ്പ് വേണം. ഹൗ പ്ലീസ് ദ കിങ് വാസ്. ഇത് കേട്ടപ്പോൾ രാജാവ് വളരെയധികം സന്തോഷിച്ചു. ആൻഡ് ഹൗ എംബ്രാസ്ഡ് ദ ജലസ് ഗവർണേഴ്സ് ബിക്കം ടു ഹിയർ ദ വൈസ് മാൻസ് റിപ്ലൈ. ഈ നല്ല ബുദ്ധിമാനായ മനുഷ്യൻ്റെ റിപ്ലൈ കേട്ടപ്പോൾ, മറുപടി കേട്ടപ്പോൾ നമ്മുടെ മറ്റ് ഗവർണർമാരൊക്കെ ഇല്ലേ, അവരാ പാടെ ചമ്മി നാറിപ്പോയി. നൗ ദേ ന്യൂ ദാറ്റ് ദ ഷെപ്പേർഡ് വാസ് ഇൻഡീഡ് ദ ഹംബിളസ്റ്റ് ആൻഡ് ദ വൈസസ്റ്റ് മാൻ ഇൻ ദ ലാൻഡ്. ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കിയെന്നാണ്, ഏറ്റവും വിനയാന്വിതനായ, ഹംബ്ലസ് എന്ന് പറഞ്ഞാൽ വിനയാന്വിതനായിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ള, അവരുടെ നാട്ടിലെ ഏറ്റവും ബുദ്ധിമാനും വിനയാന്വിതനുമായിട്ടുള്ള മനുഷ്യനാണ് ഈ ഷെപ്പേർഡ് എന്നവർക്ക് മനസ്സിലായി. ദ കിങ് മേഡ് ഹിം ദ ഗവർണർ ഓഫ് എ മച്ച് ബിഗർ ഡിസ്ട്രിക്ട് ദാറ്റ് വെരി ഡേ. നെക്സ്റ്റ് ഡേയിൽ തന്നെ നമ്മുടെ രാജാവ് എന്ത് ചെയ്തു, ഇദ്ദേഹത്തിനെ വേറൊരു വലിയ ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണറായിട്ട് നിയമിച്ചു. ഇവിടെ നോക്കിയാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ ഷെപ്പേർഡ് ഡിഡ് നോട്ട് ഗോ ടു സ്കൂൾ. ഷെപ്പേർഡ് സ്കൂളിൽ പോയിരുന്നില്ല. എന്താ കാര്യം? ദെയർ വെർ വെരി ഫ്യൂ സ്കൂൾസ് ഇൻ ദോസ് ഡേയ്സ്. അവിടെ വളരെ കുറച്ച് സ്കൂളുകളെ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ്, ഹൂ വിസിറ്റഡ് ദ ഷെപ്പേർഡ് വൺ ഡേ ആൻഡ് വൈ. ഒരു ദിവസം അദ്ദേഹത്തിനെ മീറ്റ് ചെയ്യാൻ ആരാണ് വന്നത്, എന്തിനാണ് വന്നത്? ദ കിങ് ഓഫ് ദ കൺട്രി വിസിറ്റഡ് ദ ഷെപ്പേർഡ് വൺ ഡേ ബിക്കോസ് ഹീ വാസ് ഫേമസ് ഫോർ ഹിസ് വിസ്ഡം. വിസ്ഡം എന്ന് പറഞ്ഞാൽ ബുദ്ധിസാമർഥ്യം. ആൻഡ് ഫ്രണ്ട്ലി നേച്ചർ, സൗഹൃദപരമായിട്ടുള്ള രീതികളും ഈ ഇദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും അറിയാൻ വേണ്ടിയിട്ടാണ് രാജാവ് അവിടെ അവനെ കാണാൻ വന്നത്. ദ കിങ് ഹേർഡ് അബൌട്ട് ഹിം ആൻഡ് തോട്ട് മീറ്റ് ഹിം ടു നോ ദ ട്രൂത്ത്. സത്യം എന്താണെന്ന് അറിയാനാണ് വന്നത്. അടുത്തത്, വൈ ഡിഡ് ദ അതർ ഗവർണേഴ്സ് ഗ്രൂ ജെലസ് ഓഫ് ദ ഷെപ്പേർഡ്. ആട്ടിടയനോട് മറ്റ് ഗവർണർമാർക്ക് എന്തിനായിരുന്നു അസൂയ തോന്നിയത്? The other governors grew jealous of the shepherd because he rose to power and his fame as a fair and wise governor soon spread throughout the country. ഈ ഷെപ്പേർഡ് ഗവർണറായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വളരെയധികം പ്രശസ്തമായിട്ട് രാജ്യം മുഴുവൻ വ്യാപിച്ചു. സോ അതുകൊണ്ട് അവർക്ക് അസൂയയായി. വൈ വാസ് എ ന്യൂ ഗവർണർ കോൾഡ് ദ പാലസ്. ആ പുതിയ ഗവർണറിനെ എന്തിനാണ് കൊട്ടാരത്തിലേക്ക് വിളിച്ചത്? ദ ന്യൂ ഗവർണർ വാസ് കോൾഡ് ടു ദ പാലസ് ബിക്കോസ് ഹി used to carry an iron chest with him all the time and the king wanted to know the secret of the chest. ഈ ഒരു അയൺ ബോക്സ് എപ്പോഴും ഈ ഷെപ്പേർഡ് കൊണ്ടു നടക്കുന്നുണ്ടെന്നും അയൺ ബോക്സിൽ എന്തെന്നറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിനെ കൊട്ടാരത്തിലേക്ക് വിളിച്ചത്. വൈ വാസ് എവരി വൺ ഡിലൈറ്റഡ് ടു സീ ദ അയൺ ചെസ്റ്റ് ഓൺ ക്യാമൽസ് ബാക്ക്. ആ ക്യാമലിൻ്റെ പുറത്ത് ഈ അയൺ ചെസ്റ്റ് കണ്ടപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. എന്താ കാര്യം? എവരി വൺ വാസ് ഡിലൈറ്റഡ് ടു സീ ദ അയൺ ചെസ്റ്റ് ഓൺ ദ ക്യാമൽസ് ബാക്ക് ബിക്കോസ് the other governors were sure that he collected all the treasures in his iron chest and when it would be opened in front of the king his dishonesty will be revealed. മറ്റുള്ള ഗവർണർമാർ എന്താണ് ചിന്തിച്ചിരുന്നത്? ആ അയൺ ബോക്സിൽ ഇദ്ദേഹം സീക്രട്ടായിട്ട് ഒരുപാട് പണവും സ്വർണ്ണമൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് തുറക്കുന്നുണ്ടേ, രാജാവിൻ്റെ മുന്നിൽ വെച്ച് തുറക്കുന്നുണ്ടേ, ഇയാളൊരു ഒട്ടും തന്നെ സത്യസന്ധനല്ലാത്ത മനുഷ്യനാണെന്ന് തെളിയിക്കപ്പെടുമല്ലോ എന്നായിരുന്നു മറ്റ് ഗവർണർമാരുടെ ഉദ്ദേശം. അതുകൊണ്ട് അവർക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. വാട്ട് ഡിഡ് ദ അയൺ ബോക്സ് ചെസ്റ്റ് കണ്ടെയ്ൻ. അയൺ ബോക്സിൽ എന്താണ് ഉണ്ടായിരുന്നത്? വൈ ഡിഡ് ദ ഷെപ്പേർഡ് ഓൾവേസ് ക്യാരി ഇറ്റ്. എപ്പോഴും അദ്ദേഹം എന്തിനായിരുന്നു അത് ക്യാരി ചെയ്തത്, കൊണ്ടുനടന്നത്? ഈസ് ഇറ്റ് എക്സാമ്പിൾ ഓഫ് ദ ഷെപ്പേർഡ്സ് ഹ്യൂമിലിറ്റി ഓർ വിസ്ഡം ഓർ ബോത്ത്. ഇത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിസാമർഥ്യം അതുപോലെ ലാളിത്യവും മനുഷ്യത്വവും ഒക്കെ ചേരുന്ന ഒന്നാണെന്ന് പറയുന്നതിൽ ശരിയാണോ? നോക്കാം. ദ അയൺ ചെസ്റ്റ് കണ്ടെയ്ൻ ആൻ ഓൾഡ് ബ്ലാങ്കറ്റ്. ഒരു പഴയ ബ്ലാങ്കറ്റ് ആയിരുന്നു അതിനകത്തുള്ളത്. ദ ഷെപ്പേർഡ് ഓൾവേസ് ക്യാരിഡ് ഇറ്റ് ബിക്കോസ് ഇറ്റ് വാസ് ഹിസ് ഓൾഡസ്റ്റ് ഫ്രണ്ട് ആൻഡ് വിൽ സ്റ്റിൽ പ്രൊട്ടക്ട് ഹിം എനി ടൈം ഈവൻ വെൻ കിങ് ടുക്ക് അവേ ഹിസ് ന്യൂ ക്ലോക്സ്. അതായത് രാജാവ് അവൻ്റെ പദവികളെല്ലാം എടുത്തു കളഞ്ഞാലും ഈ ബ്ലാങ്കറ്റ് അവൻ്റെ കൂടെ ഉണ്ടാവും. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബോത്ത് ഷെപ്പേർഡ്സ് ഹ്യൂമിലിറ്റി ആൻഡ് വിസ്ഡം.
ഇത് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വവും ബുദ്ധിസാമർഥ്യവും ഒക്കെ തെളിയിക്കുന്ന ഒരു സംഭവമാണ്. ഹൗ ഡിഡ് ദ കിങ് റിവാർഡ് ദ ന്യൂ ഗവർണർ? പുതിയ ഗവർണറിനെ എങ്ങനെയാണ് അദ്ദേഹം റിവാർഡ് ചെയ്തത്? അതായത് എന്താണ് സമ്മാനമായിട്ട് കൊടുത്തത്? എന്താണ്? ദ കിങ് റിവാർഡഡ് ഹിം ബൈ മേക്കിംഗ് ഹിം ദ ഗവർണർ ഓഫ് മച്ച് ബിഗർ ഡിസ്ട്രിക്റ്റ്. ഒരു വലിയ ഡിസ്ട്രിക്റ്റിൻ്റെ ഗവർണറായിട്ട് അദ്ദേഹത്തിനെ മാറ്റുകയാണ് ചെയ്തത്. താങ്ക് യു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.